നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ പരാതിയാണ് ഉയരുന്നത്. പതിവിലധികം വൈദ്യുതി പോകുന്നു. ലോഡ് ഷെഡിംഗ് ആണോ? കേരളത്തിൽ വീണ്ടും വൈദ്യുതി നിയന്ത്രണം വരാനിരിക്കുകയാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. കേരളത്തിൽ സംസ്ഥാന തലത്തിൽ പഴയകാലത്തെ പോലെ പ്രഖ്യാപിച്ച ലോഡ് ഷെഡിംഗ് നിലവിലില്ല. എന്നാൽ ചില പ്രദേശങ്ങളിൽ അറ്റകുറ്റപ്പണികൾ, സാങ്കേതിക തകരാറുകൾ, മഴ, മരങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക വൈദ്യുതി നിയന്ത്രണ പ്രശ്നങ്ങൾ എന്നിവ കാരണം ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്നുണ്ട്. അതേസമയം മറ്റൊരു വലിയ വെല്ലുവിളിയും സംസ്ഥാനത്തിന് മുന്നിലുണ്ട്. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയൊരു പങ്ക് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതായത് മഴ കുറയുകയും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുകയും ചെയ്താൽ വൈദ്യുതി ഉൽപ്പാദനത്തെ അത് കാര്യമായി ബാധിക്കും. അത്തരം സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരും. അത് വലിയ സാമ്പത്തിക ചെലവാണ്. കേരളത്തിൽ ഓരോ വർഷവും വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലത്ത് എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ്, മോട്ടോർ, മറ്റ് വൈദ്യുത ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം കൂടുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യകതയും ഉയരും. ആവശ്യകത കൂടുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്താൽ വൈദ്യുതി സംവിധാനത്തിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. അതിനാൽ ചിലപ്പോൾ KSEB പൊതുജനങ്ങളോട് വൈദ്യുതി പരമാവധി ലാഭിച്ച് ഉപയോഗിക്കാൻ അഭ്യർത്ഥിക്കാറുണ്ട്. ഇത് വൈദ്യുതി ക്ഷാമമുണ്ടെന്ന പ്രഖ്യാപനമല്ല, മറിച്ച് അനാവശ്യ ഉപയോഗം കുറച്ചാൽ മുഴുവൻ സംസ്ഥാനത്തിനും ഗുണം ചെയ്യുമെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. നാളെ മുതൽ സംസ്ഥാനത്ത് ദിവസവും 2 മണിക്കൂർ ലോഡ് ഷെഡിംഗ്, കേരളത്തിൽ വലിയ വൈദ്യുതി പ്രതിസന്ധി എന്നിങ്ങനെ തുടങ്ങി. ഇത്തരം സന്ദേശങ്ങൾ കണ്ടാൽ ഉടൻ വിശ്വസിക്കരുത്. ഔദ്യോഗിക അറിയിപ്പുകൾ KSEB അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കുമ്പോൾ മാത്രമാണ് അത് വിശ്വാസയോഗ്യമായി കണക്കാക്കേണ്ടത്. കേരളത്തിലെ വൈദ്യുതി ആവശ്യകത ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ ഒരു വീട്ടിലെ വൈദ്യുതി ഉപയോഗമെന്ന് പറഞ്ഞാൽ ലൈറ്റുകൾ, ഫാനുകൾ, ടെലിവിഷൻ, ഫ്രിഡ്ജ് എന്നിവയായിരുന്നു പ്രധാനമായും മനസ്സിൽ വരാറ്. പിന്നീട് എയർ കണ്ടീഷനുകളും ഇൻഡക്ഷൻ കുക്കറുകളും വന്നു. ഇപ്പോഴിതാ അതിനൊപ്പം ഇലക്ട്രിക് വാഹനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയാണ്. ഒരു കാലത്ത് വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പ് മതിയായിരുന്നു. എന്നാൽ ഇന്ന് അവയ്ക്കും വീട്ടിൽ നിന്ന് തന്നെ വൈദ്യുതി വേണം. അതുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ മാത്രം ചാർജ് ചെയ്തിരുന്ന വീടുകളിൽ ഇന്ന് ഫോണ്, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ച്, സ്കൂട്ടർ, കാറ് എന്നിങ്ങനെയുള്ള കുറേയധികം ഉപകരണങ്ങൾ ഒരേ സമയം ചാർജിൽ കിടക്കുന്ന കാഴ്ചകൾ സാധാരണമായി കഴിഞ്ഞു. മനുഷ്യൻ ഉറങ്ങുമ്പോഴും പ്ലഗ് പോയിന്റുകൾക്ക് വിശ്രമമില്ല എന്ന അവസ്ഥയാണിപ്പോൾ. പൊതുജനങ്ങൾക്കും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. ഉപയോഗിക്കാത്ത ചാർജറുകളും ഉപകരണങ്ങളും പ്ലഗിൽ നിന്ന് മാറ്റുക. വൈദ്യുതി ലാഭിക്കുന്ന LED ബൾബുകൾ ഉപയോഗിക്കുക. വലിയ വൈദ്യുത ഉപകരണങ്ങൾ ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുക. ഓരോ വീട്ടിലും ചെറിയ രീതിയിൽ വൈദ്യുതി ലാഭിച്ചാൽ അത് സംസ്ഥാനത്തിൻ്റെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിലും വലിയ മാറ്റമുണ്ടാകും. അതിനാൽ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ നിലവിൽ സംസ്ഥാന തലത്തിൽ പ്രഖ്യാപിച്ച ഒരു ലോഡ് ഷെഡിംഗ് ഇല്ല. എന്നാൽ ചില പ്രദേശങ്ങളിൽ പ്രാദേശിക കാരണങ്ങളാൽ വൈദ്യുതി മുടക്കം ഉണ്ടായേക്കാം. അതേസമയം മഴയുടെ ലഭ്യത, അണക്കെട്ടുകളിലെ ജലനിരപ്പ്, വൈദ്യുതി ആവശ്യകത എന്നിവയെ ആശ്രയിച്ച് സ്ഥിതിഗതികൾ മാറാനും സാധ്യതയുണ്ട്. അതിനാൽ അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. ഇത്തരം സർക്കാർ അറിയിപ്പുകൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ വാർത്തകൾ, പെൻഷൻ, റേഷൻ, വൈദ്യുതി, ഗ്യാസ് തുടങ്ങിയ പ്രധാന അപ്ഡേറ്റുകൾ അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.